നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കുമ്പളങ്ങ തേങ്ങാപ്പാൽ കറിയാണ്. നമ്മൾ നേരത്തെ തന്നെ കുമ്പളങ്ങ തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ മസാലയൊക്കെ ചേർത്ത് കുമ്പളങ്ങയൊക്കെ വേവിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറി എങ്ങനെ റെഡിയാക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുമ്പളങ്ങ ഇതേപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില വേണം, പച്ചമുളക് വേണം, കടുകും ജീരകവും വേണം. നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാലും വേണം. ഇത്രയും കൊണ്ട് നമുക്ക് ഈ കറി നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ജീരകമൊക്കെ ഒന്ന് നല്ലൊരു സ്മെല്ല് വരണം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ നാടൻ കറികളിലൊക്കെ എപ്പോഴും കറിവേപ്പില കൂടുതൽ ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ഒരു ഫ്ലേവറും ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളർ ആവണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മതിയേ. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ആവശ്യത്തിനൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് പക്ഷേ കറികളിലൊക്കെ എപ്പോഴും ഒന്ന് ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലപോലെ നമ്മുടെ കറിയിൽ ഇറങ്ങും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ച് ചേർത്താൽ പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ലപോലെ നമ്മുടെ കറിയിൽ ഇറങ്ങും. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യണം. ഈ തക്കാളിയുടെ പുളിയൊക്കെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. നിങ്ങൾക്ക് ഒരുപാട് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി ചേർത്താലും മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ തക്കാളിയുടെയൊക്കെ ടെക്സ്ചർ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടീസ്പൂൺ അടുത്ത് മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഗരം മസാലയൊക്കെ നമുക്കിപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ട് ലാസ്റ്റിൽ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ നമ്മുടെ മുളക് പൊടിക്ക് പകരം പച്ചമുളക് മാത്രം ചേർത്താലും മതിയാവും ഈ കറിക്ക്. ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഈ പൊടികളൊക്കെ ചേർക്കാനും ഒന്ന് വഴറ്റിയെടുക്കാനും. ഇല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ച മണം ഒന്ന് പോകുന്നത് വരെ നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ നല്ലപോലെ വഴന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഓരോ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ നീളത്തിൽ നമ്മൾ ഓയിലിനൊക്കെ ചെയ്യുന്ന പോലെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ മസാലയൊക്കെ
ഈ കുമ്പളങ്ങയിൽ നല്ല പോലെ ഒന്ന് പെരണ്ട് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കുമ്പളങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ കുമ്പളങ്ങയുടെയൊക്കെ ഒരു ടെക്സ്ചറേ മാറിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ എപ്പോഴും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിപ്പോൾ ഏത് കറി ആയാലും നമ്മളെല്ലാം വഴറ്റിയിട്ട് ലാസ്റ്റിൽ അത് പച്ചവെള്ളം ഒഴിക്കാതെ വഴറ്റിയതിന് ശേഷം എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ചുകൂടെ ചേർക്കാം. ഞാനിവിടെ ഒരല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കറിയൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് ഈ മസാലയൊക്കെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഗരം മസാല കുറവായതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മുടെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ കറി കുറച്ചുകൂടെ വറ്റിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാതെയും ഈ കറി കഴിക്കാവുന്നതാണ്. ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെ തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു കറി റെഡിയാക്കുകയാണെങ്കിൽ ഇതിനൊരു ഡിഫറെൻറ്റ് ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാൽ ഞാൻ 1-ാം പാലാണ് എടുത്തേക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മളിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇത് ഒരുപാട് തിളച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. നമ്മൾ നല്ല തേങ്ങാപ്പാൽ ഫ്രഷായിട്ട് തേങ്ങ ഒക്കെ പിഴിഞ്ഞെടുക്കുന്ന പാലാണെങ്കിൽ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാലാണ്. ഞാൻ അതുകൊണ്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മേലെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ ആ കറിവേപ്പിലയുടെയും ലാസ്റ്റിൽ നമ്മൾ ചേർക്കുന്ന വെളിച്ചെണ്ണയുടെയും ഒക്കെ കൂടെ ഫ്ലേവറും ടേസ്റ്റും നല്ലൊരിതായിരിക്കും നമ്മുടെ കറിക്ക് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ചോറിൽ ഒഴിച്ച് കഴിക്കാനാണ് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് വറ്റിച്ചിട്ട് ഇത്തിരി കൂടെ തിക്കാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച കുമ്പളങ്ങ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിനൊക്കെ എപ്പോഴും ഒഴിച്ചുകറിക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ നല്ല ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ.